എല്ലാവർക്കും നമസ്കാരം. പല സ്കീം പ്രകാരം സർക്കാരുകൾ ലാൻഡുകളെ മറ്റും കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പല പദ്ധതികൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ തുടങ്ങിയിട്ടുണ്ടാകുന്ന പല പദ്ധതികൾ പ്രകാരം കമ്പൽസറി ആയിട്ട് ലാൻഡും ബിൽഡിങ്ങുകളും സർക്കാർ അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. മൊത്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളെ രണ്ടാക്കി തരംതിരിക്കാം, അഗ്രികൾച്ചറൽ ലാൻഡായും നോൺ അഗ്രികൾച്ചറൽ ലാൻഡായും. ഈ അഗ്രികൾച്ചറൽ ലാൻഡിനെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഭാഷയിൽ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് എന്നുള്ള രീതിയിൽ വീണ്ടും രണ്ടാക്കി തരംതിരിക്കുന്നു. 2 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 8 കിലോമീറ്റർ എന്നുള്ള നിലയ്ക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാറിക്കിടക്കുന്നതായ പോപ്പുലേഷൻ അനുസരിച്ച് മാറിക്കിടക്കുന്നതായി ഉണ്ടാകുന്ന അഗ്രികൾച്ചറൽ ലാൻഡിനെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നു. ആ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് സാധാരണഗതിയിൽ വിൽക്കുന്ന സമയത്ത് പോലും ക്യാപിറ്റൽ അസറ്റ് അല്ല എന്നുള്ള കാരണം കൊണ്ട് ഇതിൻ്റെ മുകളിൽ നികുതി വരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നികുതിയില്ല. എന്നാൽ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് അങ്ങനെയല്ല. സാധാരണ രീതിയിൽ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നികുതി ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സെക്ഷൻ 10(37) ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 പരിശോധിക്കുമ്പോഴും പുതിയ ആക്ടിൻ്റെ പരിധിയിൽ സീരിയൽ നമ്പർ 18 ഷെഡ്യൂൾ നമ്പർ 3 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 2025 പരിശോധിക്കുമ്പോഴും അർബൻ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ കമ്പൽസറി അക്വസിഷൻ്റെ മുകളിൽ നികുതി ഉണ്ടാവുന്നില്ല. അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കാത്തതായ സാധാരണ ലാൻഡാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാകുന്ന നികുതിയിൽ ഈ ബഡ്ജറ്റ് 2026 പരിശോധിക്കുന്ന സമയത്ത് RFCTLARR എന്ന് പറയുന്നതായിട്ടുണ്ടാകുന്ന ആക്ട് 2013 മുതൽ അപ്ലിക്കബിൾ ആണ്. ആ ആക്ടിൻ്റെ പരിധിയിൽ മാത്രം വരുന്നതായിട്ടുണ്ടാകുന്ന കമ്പൽസറി അക്വസിഷൻ്റെ മുകളിൽ ടാക്സ് ഇല്ല എന്ന് പുതിയ ബഡ്ജറ്റ് 2026 പ്രകാരം ഇൻകം ടാക്സ് ആക്ട് 2025 ഷെഡ്യൂൾ നമ്പർ 3 38C എന്നുള്ള എൻട്രി സീരിയൽ നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭേദഗതി 1/4/2026 ശേഷം മാത്രം ബാധകമാണ്. അപ്പം അതിൻ്റെ അർത്ഥം 31/3/2026 മുന്നേ വാങ്ങുന്നുണ്ടാവുന്നതായ കമ്പൽസറി അക്വസിഷൻ്റെ മുകളിൽ അത് ഈ പറഞ്ഞ RFCTLARR പരിധിയിൽ വരുന്നതാണോ എന്നുണ്ടെങ്കിലും ടാക്സബിൾ ആണോ? ഉത്തരം അല്ല എന്നാണ്. എന്തെന്നാൽ ഇതിന് മുന്നേ തന്നെ 2016 തന്നെ സർക്കുലർ നമ്പർ 36/2016 CBDT ഇഷ്യൂ ചെയ്തിരുന്നു. അതുപ്രകാരം ഈ പറയുന്നതായ കമ്പൽസറി അക്വിസിഷനിലേക്ക് വരുമ്പോൾ അത് എക്സംപ്റ്റഡ് ആണെന്ന് ഓൾറെഡി ഉണ്ടാവുന്നതായ സർക്കുലറിനകത്ത് ഉണ്ട്. എന്നാൽ അതിനകത്ത് വരുന്നതായിട്ടുണ്ടാവുന്ന പലിശ, ആ പലിശ ഇപ്പോഴും ഒരു ഗ്രേ ഏരിയ ആണ്. എക്സ്ക്ലൂസീവായിട്ട് എക്സംപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ പല കോടതി വിധികൾ നോക്കുന്ന സമയത്ത് അത് എക്സംപ്റ്റഡ് എന്നുള്ള നിലയിലേക്ക് തോന്നുമെന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഒരു ഗ്രേ ഏരിയ ആയിട്ട് തന്നെ തുടരും. താങ്ക് യു.